യോഹന്നാൻ 1:51 വായിച്ചോ. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അവൻ തുടർന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും നിങ്ങൾ കാണും, ദൈവദൂതന്മാർ കയറി പോകുന്നതും നിങ്ങൾ കാണും, മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൂതന്മാർ വരും, ദൂതന്മാർ പോകും. ദൈവത്തിന്റെ ദൂതന്മാർ വരും, ദൈവത്തിന്റെ ദൂതന്മാർ പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നാൽ സാത്താന്റെ ദൂതന്മാർ അവ സ്വർഗീയ ഇടങ്ങളിൽ നിന്ന് ലൂസിഫറിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെടുന്നു. ദൈവത്തിന്റെ ദൂതന്മാരോ അവർ സ്വർഗീയ പിതാവിങ്കിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരികയും മനുഷ്യപുത്രന്റെ അടുക്കൽ നിന്ന് കയറിപ്പോകുന്നതും നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കുക? ദൈവദൂതന്മാർ മനുഷ്യപുത്രനുള്ളിടത്താണ് ഇറങ്ങി വരിക. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ഉള്ളിടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. മനുഷ്യപുത്രൻ ഉള്ളിടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യാക്കോബിനെ നിങ്ങൾക്കറിയാമല്ലോ. ഇസ്രായേലിന്റെ പിതാവായ യാക്കോബ്, അദ്ദേഹം തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് കാട്ടിലൂടെ ഓടി മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ രാത്രിയിൽ ഒരു കല്ലെടുത്ത് തലയ്ക്കൽ വെച്ച് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ ഒറ്റ സ്വപ്നം കാഴ്ചയിലൂടെ അദ്ദേഹം കിടന്നുറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റപ്പെട്ടു. ആ സ്ഥലത്തിൻ്റെ പേര് ഏതായിരുന്നു? ലൂസ് എന്നായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഏതായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്? ലൂസ്. ഹല്ലേലൂയ. എന്നാൽ ഇദ്ദേഹം സ്വപ്നം കണ്ടതോടുകൂടെ ലൂസ് എന്ന പേര് മാറി ബഥേൽ എന്ന സ്ഥലം വിളിക്കപ്പെട്ടു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അദ്ദേഹം കണ്ട സ്വപ്നം? ഉൽപ്പത്തി പുസ്തകം 28:12. ഉൽപ്പത്തി 28:12. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി. അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്ക് ചെക്ക് ചെയ്യണം, എനിക്കറിയില്ല, ഗൂഗിളിൽ അവർ കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. അടുത്തത്, ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ആ കോണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് സ്വപ്നം കണ്ടത്. And he dreamed, and behold, a ladder set upon the air, and the top of it reached to heaven. Hallelujah. അപ്പോൾ ഒരു കോവണി കാണുകയാണ്. അത് ഭൂമിയിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകൾ ഭാഗം തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ആ കോവണിയിലൂടെയാണ് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരൊറ്റ കോവണിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശുവിലൂടെയാണ് ദൂതന്മാർ വരികയും പോകുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിലുള്ള സ്വർഗീയ ദൂതന്മാർക്ക് യേശു കൂടിയേ തീരുകയുള്ളൂ. യേശുവില്ലാതെ യഥാർത്ഥ സ്വർഗീയ ദൂതന്മാർക്ക് നമ്മുടെ അടുക്കൽ വെളിപ്പെടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പൊ ഈ ദൂതന്മാർ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. യഥാർത്ഥ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. സാത്താന്റെ ദൂതന്മാർ അയക്കപ്പെടുന്നതോ സാത്താന്യ ലോകത്തിൽ നിന്നാണ്, അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവര് രണ്ട് സ്ഥലത്തു നിന്ന്, രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഇവർ ഭൂമിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അവർ രണ്ട് ടീമുകളും വരുന്നത് അവരവരുടെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ മനുഷ്യപുത്രനുള്ളിടത്തേക്ക് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ സാത്താന്റെ ദൂതന്മാരോ ഹല്ലേലൂയ മനുഷ്യപുത്രനോട് ചേർന്നിരിക്കാത്ത ഇടങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരുന്നു.
കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യപുത്രന്റെ വകയായി തീരാത്തവർക്കെല്ലാം അനുദപിക്കാൻ സാധിക്കും. അവർക്ക് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ദൂതന്മാർ നമ്മുടെ ജീവിതത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന വിധത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. സത്യത്തിൽ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ ഒരു ഹെലിപ്പാഡ് ഉള്ളതുപോലെ പ്രൈസ് ദി ലോർഡ് 2 തരത്തിൽ അയക്കപ്പെടുന്ന ദൂതന്മാർക്കുമായി ഹെലിപ്പാഡുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയ്ക്ക് മീതെ, ക്രിസ്തുവിലായിരിക്കുന്നവരുടെ തലയ്ക്ക് മീതെ മഹത്വത്തിന്റെ ഒരു ഹെലിപ്പാഡ് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ്സിന്റെ ഒരു ഹെലിപ്പാഡ് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ വരുന്നവരിൽ പാപത്തിന്റെ, മരണത്തിന്റെ, ശാപത്തിന്റെ ഹെലിപ്പാടുകൾ അവർക്കും ഇറങ്ങാനായിട്ടുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ 1:51 ഒരിക്കൽ കൂടി അവൻ തുടർന്നു. യോഹന്നാൻ 1:51 അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മനുഷ്യപുത്രനായ കർത്താവായ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ മനുഷ്യപുത്രന്റെ പ്രോപ്പർട്ടിയാണോ? ദൈവത്തിന്റെ ദൂതന്മാർ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനുഷ്യപുത്രന്റെ സ്വന്തമാണോ? ദൈവത്തിന്റെ ദൂതന്മാർ വരും. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നന്നായിട്ടൊന്ന് ആരാധിച്ച് എല്ലാ ഇരുളുകളെ, വാഴ്ചകളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്നു. സാത്താന്റെ സകല വ്യാപാരങ്ങളെ തകർക്കുന്നു. യേശുവിൻ നാമത്തിൽ തിന്മയുടെ ശക്തികൾ ഞങ്ങളെ വിട്ടുപോകട്ടെ. സ്വർഗീയ ദൂതന്മാർ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരട്ടെ. മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരട്ടെ. ദൂതന്മാരുടെ, സ്വർഗീയ ദൂതന്മാരുടെ പ്രസൻസ് ഉണ്ടാകട്ടെ. സാത്താന്റെ ദൂതന്മാരുടെ പ്രസൻസുകൾ അഴിയട്ടെ. ദൂരെ അകറ്റുന്നു, അഴിഞ്ഞു മാറട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. നമ്മൾ സാധാരണ സ്ഥലമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഒരാൾ വില കൊടുത്ത് വാങ്ങിയാൽ നമ്മൾ അവരുടെ പേരിലേക്ക് എന്ത് ചെയ്യും? എഴുതി കൊടുക്കും അല്ലേ? സ്ഥലം എഴുതി കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളും നിങ്ങളുടേതല്ല, നിങ്ങൾ എഴുതി കൊടുക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പോക്കുവരവൊക്കെ നടക്കണം അല്ലേ? ഏതാ പോക്കും വരവും? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലേ? സാധാരണ നമ്മളിവിടെ ഒരു പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ സംഗതി പേപ്പർ വർക്കുകളെല്ലാം ക്ലിയറായി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 3 ഭാഗവും കർത്താവിൻ്റെതായി മാറുന്നതോടുകൂടെ ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടേതല്ലതായി കഴിഞ്ഞാൽ, മുഴുവനായി അവൻ്റെതായി കഴിഞ്ഞാൽ. എന്തെന്നാൽ വചനം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളെ യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കി. ഇനി മറ്റൊന്നിനും പോക്കുവരവിന് അധികാരമില്ല. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുക. ആ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആക്കുക. ഹലോ, നിങ്ങളെ വിറ്റിരിക്കുകയാണ്. നിങ്ങളെ ഒരാൾ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ മോഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് അവന്റെ ആഗ്രഹവും അവന്റെ മോഹവും അവന്റെ ഇഷ്ടങ്ങളുമായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളിൽ ഒരു ഹെലിപ്പാഡ് രൂപപ്പെടുകയാണ്. ദൂതന്മാർക്ക് ഇറങ്ങി വരുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6:19 പറയുന്നു. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്ക് വാങ്ങി ഇരിക്കിയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചേ. കേൾക്കുന്ന, വായിക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞത്?
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. നമ്മുടെ ഈ ശരീരം ആരുടെ മന്ദിരമാണ്? പരിശുദ്ധാത്മാവിന്റെ. എല്ലാരും പറഞ്ഞേ, എന്റെ ശരീരം എന്റേതല്ല, പരിശുദ്ധാത്മാവിന്റേതാണ്. ഹല്ലേലൂയ. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആ അറിവുണ്ടാകണം എല്ലായ്പ്പോഴും. ഞാൻ എന്റേതല്ല, എന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനുള്ളതല്ല. ഹല്ലേലൂയ. എനിക്കിഷ്ടമുള്ളതുപോലെ പോകാനും വരാനുള്ളതല്ല. താങ്കൾക്കുള്ളവരല്ല. എന്തെന്നാൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. എല്ലാരും പറഞ്ഞേ, ഞാൻ എനിക്കുള്ളതല്ല, ഞാൻ യേശുവിൻ്റെതാണ്. ഒന്നൊന്ന് ഉണർവോടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ്, ഞാൻ യേശുവിൻ്റെതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യു ആർ നോട്ട് യുവർ ഓൺ. നിങ്ങൾ നിങ്ങളുടേതല്ല. ഇത് തിരിച്ചറിയുക. അയ്യോ, ഞാൻ ആഗ്രഹിച്ചിട്ട് നടന്നില്ല, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. കാരണം ദൈവത്തിന്റെ ഹിതം ആ സമയമല്ല, ആയിട്ടില്ല, ഇല്ലെങ്കിൽ അത് ലഭിക്കേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹലോ, എത്ര പേരെന്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, ഞാൻ ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല. അയ്യോ, ആ ബ്രദറിന് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അയ്യോ, നിങ്ങൾ നിങ്ങളുടേതല്ല. ഹല്ലേലൂയ. Your body is the temple of the Holy Ghost. Praise the Lord. You are bought with a price. വില കൊടുത്ത് നിങ്ങളെ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹലോ, നിങ്ങൾ നിങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളെ യേശു ഉപയോഗിക്കട്ടെ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ ഉപയോഗിക്കട്ടെ. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം അവസാനിച്ചിട്ട് മഹത്വത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിലൂടെ വെളിപ്പെടാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ട പ്രവൃത്തി മഹത്വത്തിന്റെ പ്രവൃത്തിയാണ്. 1 കൊരിന്ത്യർ 6:20, 6:19 കാണുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 20, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെയാണോ മഹത്വപ്പെടുത്തുന്നേ? ആണോ? നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരം ഉപയോഗിച്ച് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ തുടങ്ങണം. നമ്മുടെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നവൻ, അവനിലാണ് മനുഷ്യപുത്രൻ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം അനുസരിക്കാത്തവരോ, വചനത്തിന് കീഴ്പ്പെടാത്തവരോ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്തവരോ, അവരുടെ മേലാണ് എതിർ ക്രിസ്തുവിൻ്റെ ദൂതന്മാരിറങ്ങി വരുന്നത്. സാത്താൻ്റെ ദൂതന്മാർ അവരുടെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോ എന്നൊന്നും പറഞ്ഞാൽ പോയേല. നോ പിശാചേ, പോ പിശാചേ, നോ ചെയ്യരുത്, തുടരുത് എന്നൊന്നും പറഞ്ഞാലൊന്നും അവൻ പോയേല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14:23. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. യേശു പറഞ്ഞു,
നിങ്ങൾ എന്നിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ പാലിക്കും. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കും. ഞാൻ പറയുന്ന വചനം നിങ്ങൾ പ്രമാണിക്കും. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും യേശുവിൻ്റെ വചനം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരിൽ സാത്താന്റെ ദൂതന്മാർ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം കേൾക്കും. യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം ധ്യാനിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ വചനം പാലിക്കും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അങ്ങനെയുള്ളവരെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അപ്പൊ പിതാവിൻ്റെ സ്നേഹത്തിന് യോഗ്യരാകുവാൻ നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ വചനം പ്രമാണിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. തീർന്നില്ല. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞാനും പിതാവും. അപ്പൊ ഞാനും പിതാവും നിങ്ങളിൽ വന്ന് വാസം ചെയ്യുമ്പോഴാണ് ദൈവദൂതന്മാർ വരികയും പോവുകയും ചെയ്യുക. ഞാനും പിതാവും നിങ്ങളിൽ വന്ന് വാസം ചെയ്യണമെങ്കിൽ യേശു പറയുകയാണ്, എൻ്റെ വചനം പ്രമാണിക്കുന്നവനിലാണ് അത് സംഭവിക്കുക. എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ വചനം പ്രമാണിക്കുന്നവനിൽ ഞാനും പിതാവും വസിക്കും. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വചനം പാലിക്കുന്നവനിലാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെയുള്ള ഇടത്ത് സാത്താന്റെ ദൂതന്മാർക്ക് പ്രവേശനമില്ല. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. വചനം പാലിക്കുന്നവരിലാണ് പിതാവും പുത്രനും വാസം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവരുടെ അടുക്കലേക്ക് സാത്താൻ ഇറങ്ങാൻ സ്ഥലമില്ല, ഹെലിപ്പാടില്ല. കാരണം പിതാവും പുത്രനും വചനമനുസരിക്കുന്നവനിൽ വാസം ചെയ്യുമ്പോൾ അവന്റെ മഹത്വത്തിന്റെ മഹിമ അവന്റെ മേൽ വ്യാപരിക്കുകയാണ്. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. Jesus answered and said unto him, if a man love me, he will keep my words, and my Father will love him, and we will come unto him. Hallelujah. യേശുവേ നന്ദി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പിടുത്തം കിട്ടുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരുമായുള്ള ബന്ധം എത്ര എളുപ്പമാണ്. അത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? നിങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യപുത്രന്റെ മേലാണ് ദൈവത്തിന്റെ ദൂതന്മാർ വരികയും പോവുകയും ചെയ്യുക. മനുഷ്യപുത്രനും പിതാവും നിങ്ങളിൽ വാസം ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അവന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുമ്പോൾ, യേശുവിന്റെ വചനത്തിന് നിങ്ങൾ കീഴ്പ്പെടുമ്പോൾ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരിലാണ് സ്വർഗത്തിലെ ദൂതന്മാരിറങ്ങി വരുന്നത്. ദൂതന്മാർ അവരിൽ നിന്ന് കയറുന്നത്. നമ്മൾ ഓരോരുത്തരും ചലിക്കുന്ന ഏഞ്ചൽ പാടുകളാണ്. ഹല്ലേലൂയ. യേശുവിനായിരിക്കുന്നവർ, വചനം പ്രമാണിക്കുന്നവർ, അവർ എവിടെയായിരുന്നാലും, അവരേത് ഭാഷക്കാരാണെങ്കിലും, അവരേത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും, ആത്മീയ ലോകം, സ്വർഗീയ ലോകം അവരിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എവിടെ ആയിരിക്കുന്നു? നിങ്ങൾ ആരാകുന്നു? നിങ്ങൾ ഏത് ലിംഗത്തിൽപ്പെട്ടവരാണ്? ഇതൊന്നും നോക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനം പ്രമാണിക്കുന്നവരാണെങ്കിൽ ആത്മമണ്ഡലം നിങ്ങളുമായി ചേർന്ന് നിൽക്കുകയാണ്. ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാത്താനും അവന്റെ ദൂതന്മാർക്കും പ്രവേശനമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആഗ്രഹിച്ചേ അവന്റെ വചനം എനിക്ക് പാലിച്ചേ പറ്റൂ. വചനം പാലിക്കുന്നവനാണ് അവനെ സ്നേഹിക്കുന്നോ അവർ വചനം പാലിച്ചിരിക്കും. അവരിൽ പിതാവ് വാസമുറപ്പിക്കും.
അവരിൽ പുത്രൻ വാസമുറപ്പിക്കും. നിങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ, യേശു നിങ്ങളിൽ വാസമുറപ്പിക്കുന്നുവെങ്കിൽ, ദൂതന്മാർ വരികയും പോവുകയും മാത്രമല്ല, നിങ്ങളുടെ ചുറ്റും ദൂതന്മാർ പാളയമടിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്! വരികയും പോവുകയും മാത്രമല്ല, നമ്മുടെ ചുറ്റും ദൂതന്മാർ പാളയമടിക്കും. ഹല്ലേലൂയാ. അതാണ് സങ്കീർത്തനം 34:7 യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറക്കി അവരെ വിടുവിക്കുന്നു. അവരെ വിടുവിക്കുന്നു. അവരെ വിടുവിക്കുന്നു. ഏത് പ്രശ്നങ്ങൾ വന്നാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൂതന്മാർ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കും, പാളയമടിക്കും. വചനം അനുസരിക്കുന്ന വിശുദ്ധന്മാർ വിടുവിക്കപ്പെടും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലാണ്, ഏതെങ്കിലും ബുദ്ധിമുട്ടിലാണ്, ഏതെങ്കിലും തകർച്ചയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ വചനത്തെ അനുസരിക്കുക. യേശു നിങ്ങളിൽ വാസമുറപ്പിക്കും. ദൂതന്മാർ നിങ്ങളുടെ ചുറ്റും പാളയമിറങ്ങും. ഈ സങ്കീർത്തനം 34:7 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ നമ്മിൽ വാസമുറപ്പിക്കുമെന്ന വചനം നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് യഹോവയുടെ ഭക്തന്മാർക്ക്, യേശു വസിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല. തുടക്കത്തിൽ ടെസ്റ്റൊക്കെ വന്നേക്കാം. യേശുവിന് ടെസ്റ്റ് ഉണ്ടായി, ഹല്ലേലൂയ. പക്ഷെ അത് നീണ്ടു പോവുകയില്ല. നിങ്ങൾ ദൈവ പൈതലാണോ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ ദൈവം അനുവദിക്കുകയില്ല. 34:10 വായിച്ചേ. 34:9 വായിച്ചേ. 34:9 യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. സങ്കീർത്തനം 34:9 യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ ഭയത്തെക്കുറിച്ച് ഷേർലി സഹോദരി പറയുകയുണ്ടായി. ഹല്ലേലൂയ. എന്താണ് യഹോവയുടെ വിശുദ്ധന്മാരോട് ഭയപ്പെടാൻ പറഞ്ഞത്? ദൈവം നിങ്ങളിൽ ഇരിക്കുന്നു, അതുകൊണ്ട് സൂക്ഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു അശുദ്ധിയും ഒരു അനീതിയും ഒരു തിന്മയും നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ കണ്ണുകളിലൂടെ വരാതിരിക്കാൻ ദൈവഭയമുള്ളവരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിൻസിപ്പാള് വരുന്നു, കുട്ടി മുണ്ട് മാടിക്കെട്ടിയിരിക്കുവോ? ഇല്ല, അത് അഴിച്ചിടും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മളിൽ ഇരിക്കുകയാണ്. അതാണ് ദൈവഭയം ഉണ്ടാകണമെന്ന് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമാരുടെ കാലുകളുടെ മുട്ടുകളെ കർത്താവ് തൊടുന്നു. വഴങ്ങാത്ത മുട്ടുകൾ സൗഖ്യമാകട്ടെ, പെയിനുകൾ അഴിയട്ടെ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അഴിയട്ടെ, 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 അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. 34:9 സങ്കീർത്തനം 34:9 ഒരിക്കൽ കൂടി യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അവന്റെ വചനം പാലിക്കുന്ന അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാണ് ഭക്തന്മാർ? യേശുവിൽ വസിക്കുന്നവർ. ആരുടെ ഉള്ളിലാണ് യേശു വസിക്കുന്നത്? യേശുവിനെ സ്നേഹിക്കുന്നവർ. ആരാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? അവന്റെ വചനങ്ങൾ പാലിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കോ ഒന്നിനും മുട്ടില്ലല്ലോ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. 34:10 ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ബാലസിംഹങ്ങൾ, ചിലപ്പോൾ കാട്ടിലെ സിംഹങ്ങൾ, കാട്ടിലെ രാജാവിൻ്റെ മക്കൾ ചിലപ്പോൾ വിശന്നിരിക്കാം, ഭക്ഷണം കിട്ടാതിരുന്നിരിക്കാം. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവത്തെ സ്വന്തമാക്കിയവൻ, അവന്റെ വചനം പാലിക്കുന്നവന് ഒരു കുറവുകളും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. എല്ലാവരും പറഞ്ഞു, ഒരു നന്മയ്ക്കും കുറവില്ല. നിങ്ങളുടെ വായിലൂടെ അതാ പറയേണ്ടത്, അല്ലാതെ കുറവാണ് കുറവാണെന്നല്ല പറയേണ്ടത് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലര് എത്ര കൈ കിട്ടിയാൽ അവരില്ലാന്നേ പറയുള്ളൂ. ഇല്ല ഇല്ല.
അറിഞ്ഞോണം, അവരുടെ ജീവിതകാലം മുഴുവൻ ഇല്ലായ്മയിലായിരിക്കും അവരുണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ, ഒരു കുറവുമില്ല. ഇന്നത്തേക്ക് ഒരു കുറവുമില്ല. ഇന്ന് ഇങ്ങോട്ട് വരാനൊരു കുറവും ഉണ്ടായില്ല. ഇനിയൊട്ട് കുറവേ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ കുറവെന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖല മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് കുറവുണ്ടാകില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കുറവുണ്ടാകില്ല. ശക്തരായ ദൂതന്മാർ നിങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു കുറവും ഉണ്ടാകുകയില്ല. ദൈവം നിങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷകൾ നിങ്ങളിലൂടെ പുറത്തു വരാൻ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ദൂതന്മാരെ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും തൊഴിൽ രഹിതരായി നിർത്തരുത്. ചിലര് സ്വർഗീയ ദൂതന്മാരെ തൊഴിൽ രഹിതരായി നിർത്തും. അവർക്കൊരു തൊഴിലുമില്ല. എന്നിട്ട് എന്ത് ചെയ്യും? സാത്താന്റെ ദൂതന്മാരെ നാശം വിതയ്ക്കാൻ അനുവദിച്ചു കൊടുക്കും. നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മക്കളിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൂതന്മാരെ അതിനായിട്ട് ഉപയോഗിക്കുക. നിഷ്ക്രിയരായി നോക്കി നിൽക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ ദൂതന്മാരെ ഉപയോഗിക്കുക. അതിനി വേറെ ആരെങ്കിലും വന്നിട്ടല്ല ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ദൂതന്മാരെ ഉപയോഗിക്കാതെ, നിങ്ങളുടെ മേൽ മനുഷ്യപുത്രന് വാസം ചെയ്യാൻ ഇടം കൊടുക്കാതെ, കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൂതന്മാർ നിഷ്ക്രിയരാണ്. മാത്രമല്ല, സാത്താന്റെ ദൂതന്മാർ അവരുടെ പ്രവൃത്തികൾ അവിടെ വിതയ്ക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ നാം യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ കുറ്റക്കാരാവുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വചനാനുസൃതമായ പ്രവർത്തികളാണ്. അത് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയുക, എല്ലാ ദൂതന്മാരും നല്ലവരല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ, എല്ലാ സ്വപ്നങ്ങളും നല്ലതല്ല, എല്ലാ ദർശനങ്ങളും നല്ലതല്ല, എല്ലാ പഠനങ്ങളും നല്ലതല്ല. അർത്ഥം എന്താണ്? നല്ല ദൂതന്മാരിൽ നിന്നും നമുക്ക് ചിലത് ലഭിക്കും, നല്ലതല്ലാത്ത ദൂതന്മാരിൽ നിന്നും ചിലത് ലഭിക്കും. ഹല്ലേലൂയ. നല്ല ദൂതന്മാർ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ മേൽ വരുത്തുന്ന ദൂതന്മാരുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. വീണുപോയ ദൂതന്മാരുടെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വാക്കുകൾ ഈ ലോകത്തിന്റെ സീമകൾ വരെ ചെന്നെത്തി നിൽക്കുകയാണ്. ഏത് മീഡിയകൾ, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ അവിടെ ദൈവമക്കളുടെ ശബ്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ദൂതന്മാരുടെ ശബ്ദവും. TV തുറന്നാൽ അവിടെ ദൈവമക്കളുടെ ശബ്ദമുണ്ട്, സാത്താന്റെ ദൂതന്മാരുടെ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരു കൂട്ടരും, ദൈവത്തെ അറിഞ്ഞവരും ആത്മാവിൽ വാക്കുകളിലൂടെ ശുശ്രൂഷയിലൂടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ തെറ്റായ ദൂതന്മാരിലൂടെയും തെറ്റായ ബോംബുകളും ഇവിടെ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ വിചാരിക്കുന്ന യഥാർത്ഥ ദൂതന്മാരാണ് ഞങ്ങളെ നയിക്കുന്നത്, യഥാർത്ഥ ദൈവ ചൈതന്യമാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന. അങ്ങനെ അല്ലാത്തവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ട ശരിക്കുമുള്ള യഥാർത്ഥ ദൈവമക്കൾക്ക് പോലും പലപ്പോഴും ഈ ആത്മീയ ലോകത്ത് നടക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ മനസ്സിലാകുന്നില്ല. ചിലരാകട്ടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചുപോയവരോടൊരു കൂട്ടം പ്രാർത്ഥിക്കുന്നു, പൂർവികരോടൊരു കൂട്ടം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവർ ബോംബിടുന്ന പ്രസംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷകൾ, വലിയ വലിയ കൺവെൻഷനുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ദൈവമക്കളും അതിനുവേണ്ടി ഇങ്ങനെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം.
മരിച്ചുപോയ ആത്മാക്കളോട് പ്രാർത്ഥിക്കുകയോ മരിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ മേൽ ഇറങ്ങി വരുന്നത് വഴിതെറ്റിയ ദൂതന്മാരാണ്. ഹലോ, വഴിതെറ്റിയ ദൂതന്മാരോട് സഹകരിക്കാൻ നിങ്ങൾ പോകരുത്. വഴിതെറ്റിയ ദൂതന്മാരോട് അകന്നു നിൽക്കുക, അതിനെ ശാസിക്കുക. ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടില്ലേ, ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴേക്ക് അവർ വേഗം തിരികെത്തിക്കാനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ? ബൾബിടാൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? അവർ നേരെ ഒരു വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രാർത്ഥനകളിൽ അവരുടെ മേൽ ഇറങ്ങി വരുന്നത് വഴിതെറ്റിയ ദൂതന്മാരാണ്. ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടുണ്ടോ, വീടിന്റെ അതിക്ക് പ്രത്യേക മൂലയ്ക്ക് ഒരു കുരിശടയാളം, ഒരു കുരിശുരൂപം പോലെ ഇങ്ങനെ വെക്കും. അവരതിൽ തൊട്ട് പ്രാർത്ഥിക്കും, അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വിശുദ്ധരെ കാണാം, തിരുശേഷിപ്പുകൾ കാണാം. ഒരിക്കല് പയ്യാവൂര് ഭാഗത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്ന് വരണം പ്രാർത്ഥിക്കും. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറി മുഴുവൻ ഈ വിശുദ്ധരും കാര്യങ്ങളും ഒക്കെയാ. അദ്ദേഹം ഒരു തിരുശേഷിപ്പെടുത്തൻ്റെ അടുത്ത് കൊണ്ട് തന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കണ്ടാൽ, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന കേട്ടാൽ അതൊരു മികച്ച പ്രാർത്ഥനയായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വഴിതെറ്റിയ ദൂതന്മാരുടെ പ്രാർത്ഥനയാണത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. മരിച്ചുപോയ വിശുദ്ധരാകട്ടെ, വിശുദ്ധരല്ലാത്തവരായിക്കൊള്ളട്ടെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുന്നവർ. വീണുപോയ സാവൂൾ, ദാവീദിന്റെ മുമ്പിലുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, അദ്ദേഹം വഴിതെറ്റിപ്പോയത് അങ്ങനെയാണ്. അദ്ദേഹം അത്തരം ഭീകര പ്രാർത്ഥനകളിലേക്ക് തിരിഞ്ഞുപോയി. മരിച്ച ആത്മാക്കളുമായി ബന്ധം പുലർത്തുന്നവരെ കാണാൻ പോയി. അവരുമായി ഐക്യപ്പെട്ട ഒരു പ്രാർത്ഥന നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ടവനെ പോലെ, ഭ്രാന്തനെ പോലെ അവനായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി എങ്ങോട്ട് തിരിയണമെന്ന് ഒരു യഥാർത്ഥ വിശ്വാസിക്കറിയാം. അത് അഭിമുഖമായിട്ടാണ്. ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ നേരെയാണ്. ഹല്ലേലൂയ. അല്ലാതെ ജീവനില്ലാത്ത വസ്തുക്കളുടെ നേരെയല്ല. തെറ്റിപ്പോകരുത്. അശുദ്ധിയുടെ ഒരു ഹെലിപ്പാട്, തെറ്റായ ആരാധനയുടെ ഒരു ഹെലിപ്പാട്, തെറ്റായ ഒരു വിശ്വാസത്തിന്റെ ഹെലിപ്പാട് നിങ്ങൾ പണിതുയർത്തരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ഹെലിപ്പാടുകൾ പണിതുയർത്തിയവരാണെങ്കിൽ അവിടെ ഇറങ്ങി വരും ഏഞ്ചൽസ്. പക്ഷെ അത് വീണുപോയ ഏഞ്ചൽസ് ആണ്. വഴിതെറ്റിയ ദൂതന്മാരാണ് അവിടെ വരുന്നത്. ഹല്ലേലൂയ. 1 തിമോത്തി 2-ാം അധ്യായം 5-ാം തിരുവചനം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. വേറെ മധ്യസ്ഥന്മാർ നമ്മുടെ നാവിലിരുന്നാൽ അവിടെ ഇറങ്ങി വരുന്ന ദൂതന്മാർ വേറെയാണ്. മനുഷ്യപുത്രന്റെ മേലാണ് ദൈവത്തിന്റെ യഥാർത്ഥ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. For there is one God and one mediator between God and man, the man Christ Jesus. ആരാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മധ്യസ്ഥൻ? മനുഷ്യനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥതയുടെ പിന്നാലെ പോകുമ്പോൾ അറിയുക, നിങ്ങൾ ദൈവദൂതന്മാരെ നിർവികരാക്കി, പ്രവർത്തനമില്ലാത്തവരാക്കി മാറ്റി നിർത്തുകയും സാത്താന്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നവരാവുകയാണ്. ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 6, പഴയ നിയമം ലേവ്യ പുസ്തകം 20:6. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരുടെ പിന്നാലെ പോവുക. വെളിച്ചപ്പാടത്തിന്റെ അടുത്താണ് സാവൂള് പോയത്. എന്തിന്? മരിച്ചുപോയ വിശുദ്ധനായ ആരോട് സഹായം നേടാനാ? ശമൂവേലിനോട്. ഹല്ലേലൂയ. ശമൂവേൽ മരിച്ചുപോയി. അപ്പം മരിച്ചുപോയവരുമായി ബന്ധം പുലർത്തുന്നവർ കണ്ടു കഴിഞ്ഞാൽ മത നേതാക്കന്മാരാണ്, വിശുദ്ധന്മാരെ പോലെ നമുക്ക് തോന്നാം. പക്ഷെ അവർ വെളിച്ചപ്പാടന്മാരാണ്.
അവർ മന്ത്രവാദികളാണ്. അവരെ സമീപിക്കുന്നവർക്ക് കഷ്ടം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഓ റകനറല, കുരിശുമാല ഇട്ട മന്ത്രവാദികൾ. വെള്ള ഉടുപ്പ് ധരിക്കുന്ന വെളിച്ചപ്പാടന്മാർ. നിങ്ങളുടെ ഹെലിപ്പാട് മാറും മക്കളെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള ദൂതന്മാർ നിങ്ങളുടെ മേലിറങ്ങി വരുവാൻ നിങ്ങളേറെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചറിവുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. 26 വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യാൻ പോകുന്നവന്റെ നേരെയും ദൃഷ്ടി വെച്ച് അവനെ എന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. എന്റെ ജനം ദൈവസഭയിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 7-ാം വാക്യം, ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് 27 ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഈ വക കാര്യങ്ങളൊന്നുമില്ലാത്ത വിധം നിങ്ങളുടെ ഉള്ളത്തെ ശുദ്ധീകരിച്ച് നിങ്ങൾ ദൈവത്തിന് വിശുദ്ധമായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. Be you holy, for I am the Lord your God. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥ ആത്മീയ ലോകത്തിൽ നിന്നല്ലാതെ തെറ്റായ ആത്മീയ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. മനസ്സിലായിട്ടില്ല? യഥാർത്ഥത്തിലുള്ള ദൈവത്തിൽ നിന്നല്ലാതെ നിങ്ങൾ തിരിച്ചറിവില്ലാതെ തെറ്റായ ആത്മമണ്ഡലത്തിൽ നിന്ന്, ആത്മലോകത്തിൽ നിന്ന് എന്തെങ്കിലും സഹായമോ വിടുതലോ അനുഗ്രഹമോ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. ചെറിയ വയറുവേദന മാറാൻ വേണ്ടി തെറ്റായ ആത്മമണ്ഡലത്തിൽ പോയൊരു സഹോദരി എനിക്കറിയാം. അവളുടെ വയറുവേദന മാറി. പക്ഷെ പിന്നീട് വലിയ രോഗമായ ക്യാൻസറിന് കീഴിലേക്ക് അവൾ പ്രവേശിച്ചു. ഹല്ലേലൂയ. വലിയ വില നൽകേണ്ടി വരും. ഇത് ഈ വക പ്രാർത്ഥനകൾ, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു മതമുണ്ട്, സാൻഡേരിയ എന്ന പേരിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഫ്രോ കരീബിയൻ റിലീജിയൻ ആണ്. ദ വേ ഓഫ് ദ സെയിന്റ്സ്. വിശുദ്ധന്മാരുടെ വഴിയിലൂടെ പോകുന്ന ഒരു മതം. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശുദ്ധന്മാരാരൊക്കെയാണ്? ദേവതകൾ. കത്തോലിക്ക സഭയിലുള്ള വിശുദ്ധന്മാരെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മതമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിശുദ്ധന്മാർ, സെയിൻസ് വഴി, ദേവതകൾ വഴി അവർ വിശുദ്ധിയും സൗഖ്യവും പ്രാപിക്കാൻ നോക്കുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രീസ്റ്റേഴ്സ്, അവരുടെ പുരോഹിതന്മാർ വെളുത്ത വസ്ത്രം ധരിക്കുന്നു. അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പറയുന്നത് സേക്രഡ് ഡ്യൂട്ടീസ് എന്നാണ്, വിശുദ്ധ കർമ്മങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പല വിധത്തിൽ, പലയിടങ്ങളിൽ, പല രീതികളിൽ സാത്താൻ തന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലൊരു വീട്ടിലേക്ക് ഒരു ജ്യോത്സ്യൻ ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്ന് അദ്ദേഹം തുറന്ന് കാണിക്കുന്നത് ബൈബിളാണ്. മറ്റു വീട്ടിൽ പോയാൽ ആ മതത്തിൽ ഏതാണോ അതാണ് തുറന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലൊരു സ്ത്രീ, അവൾക്ക് നിരന്തരമായി ദഹനക്കേടിന്റെ അസുഖമാണ്. അങ്ങനെ അവള് ഒരു നാട്ടുവൈദ്യൻ, പേരുകേട്ട ഒരു നാട്ടുവൈദ്യനെ സമീപിച്ചു. അയാൾ ആ സ്ത്രീയെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ആ ഓഫീസിൽ കയറിയപ്പോൾ ആ ഓഫീസിൽ മുഴുവൻ വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും ചിത്രങ്ങളും പ്രതിമകളും നിറഞ്ഞിരിക്കുകയാണ്. അയാൾ താനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് ആ സ്ത്രീയെ വിശ്വസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മന്ത്രവാദ രൂപമായ ചില സാൻഡേരിയ പ്രാർത്ഥനകൾ ഉച്ചരിച്ചുകൊണ്ട് അയാൾ അവളെ ശുശ്രൂഷിച്ചു. ചില പച്ചമരുന്നുകൾ നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ ദഹനക്കേട് മാറി, അവൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ രാത്രികളിൽ അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പല രാത്രികളിൽ കിടന്നു തിരിഞ്ഞും മറിഞ്ഞു അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾ വിഷാദ രോഗിയായി. ആത്മഹത്യയുടെ ചിന്ത അവളിൽ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി.
ഹല്ലേലൂയ. അങ്ങനെ ആ പ്രയാസത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾക്കിത് മനസ്സിലായില്ല. പ്രാർത്ഥനയുടെ രൂപത്തിൽ അവളിലേക്ക് വന്ന ഒരു സഹായത്തിന് അവൾ കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു. ഇതിൽ അവൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ ചെന്നുവിട്ടു. അവളുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് അവിടെ എത്തി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവളെ വിടുവിക്കുന്ന ശുശ്രൂഷ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല അവിടുത്തെ പാസ്റ്ററിന്, അവിടുത്തെ ശുശ്രൂഷകന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പക്ഷേ വ്യാജാത്മ മണ്ഡലത്തിൽ നിന്ന്, അതിൻ്റെ ശക്തികളിൽ നിന്ന് ആ ശുശ്രൂഷയാൽ അവൾ വിടുവിക്കപ്പെടുക തന്നെ ചെയ്തു. അവൾ വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിത്തസഞ്ചിയിലെ ചില കല്ലുകൾ എടുക്കുന്ന വൈദ്യന്മാരെ കുറിച്ച്? അവരതിന്റെ മുകളിൽ ചില പ്രാർത്ഥനകൾ ചൊല്ലി ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴേക്കും ആ കല്ല് പുറത്തേക്ക് വരുന്നത് പോലെ കാണപ്പെടുന്നത്. ഹല്ലേലൂയ. സാന്ദേരിയ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ റോക്കി എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയെ കുറിച്ച്, ഹീലിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ഒരു 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 പ്രാർത്ഥനാ രീതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരാൾ എന്നെ അത് പഠിപ്പിച്ചു. ഞാൻ പണ്ട് ഡിവൈനിലായിരുന്ന സമയത്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ കൗൺസിലിംഗ് വരുമ്പോൾ കൗൺസിലിംഗ് ഞാൻ പ്രാണിക് ഹീലിംഗ് കൂടെ കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു വഴിതെറ്റിയ ഹെലിപ്പാഡ് എന്നിൽ സൃഷ്ടിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വഴിതെറ്റിയ ദൂതന്മാർ കടന്നു വരാനുള്ള മാർഗങ്ങളാണ് ഇവയൊക്കെ. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് കഴുന്നെടുക്കുന്നത് കണ്ടിട്ടില്ലേ? വഴിതെറ്റിയ ദൂതന്മാരുടെ ഹെലിപ്പാഡ് സൃഷ്ടിക്കുകയാണ്. അമ്പെടുക്കൽ കണ്ടിട്ടില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നൊവേന കൂടുന്നത് കണ്ടിട്ടില്ലേ? ചില പ്രത്യേക പള്ളികളിൽ ചൊവ്വാഴ്ച, ശനിയാഴ്ച ഇവിടെ വലിയ ഹെലിപ്പാഡാണ്. വഴിതെറ്റിയ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവരിൽ നിന്നുള്ള സഹായം അവർ പ്രാപിക്കുന്നു. പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഫന്ത ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? തൂക്കിയിട്ട് നടക്കുന്നത്, കുത്തിവെക്കുന്നത്, പോക്കറ്റിട്ട് നടക്കുന്നത് വഴിതെറ്റിയ ഹെലിപ്പാഡിന്റെ ഉടമകളാണ്. വഴിതെറ്റിയ ദൂതന്മാർ അവരിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെയുള്ള ദൂതന്മാരുടെ സഹായങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ നമ്മിലേക്ക് വന്നാൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. ഭൂതാത്മാക്കൾ നിങ്ങളിൽ പ്രവേശിക്കുന്ന ഒരു വഴിയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വിടുതലിന് അവകാശമുണ്ട്. തിരിച്ചറിയുന്നവർക്ക് മോചനത്തിനുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യേശുവേ നന്ദി. അപ്പൊ ആത്മമണ്ഡലത്തിൽ ഒരു ഇരുണ്ട വശവുമുണ്ട്. പലരും ഇത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഇതിനെ വലിയ വലിയ കാര്യമായിട്ടൊന്നും ചിലർ ചിന്തിക്കാറ് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ളവർക്ക് വിടുതൽ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥ വഴിയിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കർത്താവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു. പക്ഷെ അവരവരുടെ വീട്ടിലിരുന്ന് അവരുടെ കുടുംബാംഗങ്ങൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള നൊവേനയും കന്തയും കുന്തയൊക്കെ ചെല്ലുമ്പം ആ കൂടെ സഹകരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് നിദ്രാലസമായ ആത്മാവ് വരും. പിടുത്തം കിട്ടിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ, വീട്ടിലുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടെ ഇരുന്നാൽ എന്ത് പറ്റും? നമ്മളും തൂങ്ങികളായി പോകും. നമ്മുടെ മേൽ മറ്റൊരു ഹെലിപ്പാഡ് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് എല്ലാ ദൂതദർശനങ്ങളും, എല്ലാ ദൂതന്മാരുടെ സാന്നിധ്യവും ഇടപെടലും, എല്ലാ അത്ഭുതങ്ങളും ശരിയുള്ളതല്ല. എല്ലാ ദൂതന്മാരും നല്ലവരല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നാൽ നിങ്ങളറിയുക, 1/3 ഭാഗം മാത്രമാണ്. 2/3 ഭാഗവും നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ദൂതഗണങ്ങളിൽ 1/3 വീഴ്ച സംഭവിച്ചത്. അവരുടെ പ്രവർത്തികളെ യേശു തകർത്തു. അവരുടെ തലയെ യേശു തകർത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ 2/3 ഭാഗം വചനം അനുസരിക്കുന്നവരുടെ ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് പോയവരുടെ തലവനെ നിങ്ങൾക്കറിയാം. അവന്റെ പേരാണ് ലൂസിഫർ. പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതനായ മിഖായേൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗബ്രിയേൽ എന്ന് കേട്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രധാന ദൂതനായ ഒരുവനായിരുന്നു ലൂസിഫർ. ഹല്ലേലൂയ.
ആ ദൂതന്മാർ അതിൻ്റെ റെസ്പെക്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് കേട്ടോ. പ്രൈസ്. അതുകൊണ്ടാണ് മോശയുടെ ശരീരത്തെ ചൊല്ലി തർക്കിച്ചപ്പോൾ ദൂഷണ വാക്കുകളൊന്നും പറഞ്ഞില്ല അവര്. പ്രൈസ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ 8:44 വായിച്ച്. യോഹന്നാൻ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ അപ്പോൾ ഈ വ്യാജന്മാരായ പിശാചികൾ അവരുടെ മക്കളായി തീരും. അതുപോലെ തന്നെ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ വചനം പാലിക്കുമ്പോൾ നമ്മൾ ആരുടെ മക്കളാകും? യേശുവിൻ്റെ മക്കളാകും. അപ്പോൾ രണ്ട് കൂട്ടരുണ്ട്, ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. യോഹന്നാൻ 8:44 പറയുന്ന കൂട്ടര് ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. മതപുരോഹിതരോടും ഫരിസേയരോടും സദുക്കയരോടൊക്കെയാ പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും. പിശാചിന്റെ മക്കളുടെ അടയാളം എന്താണ്? അവർ അവരുടെ പിതാവായ പിശാചിന്റെ മോഹങ്ങളെ ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കൾ ആരുടെ മോഹം ചെയ്യും? ദൈവത്തിന്റെ മോഹം ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അക്ഷരാർത്ഥത്തിൽ ഒരു ഡെലിവറൻസ് ആവശ്യമുള്ളവർ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 തിമോത്തി 4:1. 1 തിമോത്തി 4:1. 1 തിമോത്തി 4:1. എന്നാൽ ഭാവി കാലത്തു ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്. ആരാണ് ഈ വ്യാജാത്മാവ്? ആരാണ് ഈ ഭൂതങ്ങൾ? വഴിതെറ്റിയവർ, ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. വീണുപോയ ദൂതന്മാർ. ഒന്നുകൂടെ വായിച്ച വചനം. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വിശ്വാസം ത്യജിച്ചു കളയുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. നമുക്കൊരിക്കലും വീണുപോയ ദൂതന്മാരുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം, വചനമനുസരിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഹെലിപ്പാട് മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24:24. മത്തായി 24:24. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ. ഇങ്ങനെയുള്ള വഴിതെറ്റിയ ദൂതന്മാരാൽ നയിക്കപ്പെടുന്ന ഉപദേശികളാണ്, പാസ്റ്റേഴ്സാണ്, ബ്രദേഴ്സാണ്, പുരോഹിതന്മാരാണ്, മത നേതാക്കന്മാരാണ് കള്ളക്രിസ്തുമാർ. ഒന്നുകൂടെ വായിച്ചേ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ. ഇങ്ങനെയുള്ള പ്രവാചകന്മാരും ഉണ്ട്. വചനം അനുസരിക്കില്ല, വചനത്തിൽ ജീവിക്കില്ല, പക്ഷെ ഭയങ്കര പ്രവചനമാണ്. അവരെ നയിക്കുന്ന ഏത് ദൂതന്മാരാ? വഴിതെറ്റിയ ദൂതന്മാർ, ഭൂതാത്മാക്കൾ. വായിച്ചോ. വൃദ്ധന്മാരെയും തെറ്റിപ്പിനായി വലിയ വൃദ്ധന്മാരല്ല, വൃദ്ധന്മാർ, തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? അവളങ്ങനെയാ വായിച്ചു. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. വൃദ്ധന്മാരെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും, അങ്ങനെയുള്ളവർ അവരുടെ ശുശ്രൂഷകളിലൂടെ വഴിതെറ്റിച്ചു കളയും. അതുകൊണ്ട് എല്ലാ ശുശ്രൂഷകളും കേൾക്കാൻ പോകരുത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന എല്ലാം ഓണാക്കി കേട്ടോണ്ടിരിക്കരുത്. അത് ഏതാത്മാവിൽ നിന്നുള്ളതാണെന്നറിയണം. ആ പ്രവചനം ശരിയായിട്ടുള്ളതായിരിക്കാം പ്രവചിക്കുന്നത്. അയ്യോ, സാനിച്ചന്റെ വീടിന്റെ വാതിൽ എവിടെ ഇരിക്കുന്നത്? ബാത്റൂം വീടിനോട് ചേർന്നാണോ ഇരിക്കുന്നത്? പുറത്താണോ ഇരിക്കുന്നത്? പറമ്പ് എത്രയുണ്ട്? ഇതൊക്കെ കൃത്യമായിട്ട് പറയും. പക്ഷെ ഏതാത്മാവിലാണെന്ന് തിരിച്ചറിഞ്ഞോണം. വ്രതന്മാരെ പോലും തെറ്റിച്ചു കളയും. ഹല്ലേലൂയ. 24 ഒരിക്കൽ കൂടി. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിക്കുന്ന വിധത്തിൽ എന്തൊക്കെ കാണിക്കും? പ്രവചനമുണ്ട്, അടയാളമുണ്ട്, അത്ഭുതങ്ങളുമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ വ്യാജവേഷം ധരിച്ചു വരുന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷകരുണ്ട്, വ്യാജരൂപത്തിൽ വരുന്ന ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ക്രിസ്തുവിനെ പോലെ വരുന്ന ഉപദേശിയായിരിക്കാം, പുരോഹിതനായിരിക്കാം, അച്ഛനായിരിക്കാം, ബ്രദറായിരിക്കാം,
പക്ഷെ അവരിൽ ഏത് ആത്മാവാണ്, ഏതു ദൂതന്മാരാണ് അവരിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്? Praise the Lord. 2 കൊരിന്ത്യർ 11:14, 2 കൊരിന്ത്യർ 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അതൊരു അത്ഭുതമല്ല, ഒരാശ്ചര്യവും അതിൽ കാണണ്ട. സാത്താൻ പോലും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. കണ്ടാൽ ആരെ പോലെയാ? ദൂതനെ പോലെ പ്രത്യക്ഷപ്പെടും സാത്താൻ. നിങ്ങൾ വചനത്തിൽ അല്ലെങ്കിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. And no marvel, for Satan himself is transformed into an angel of light. Hallelujah. സാത്താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കും. അവൻ സത്യത്തിൽ വെളിച്ച ദൂതനായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെളിച്ച ദൂതനായിരുന്നു അവൻ. വെളിച്ചത്തെ വമിപ്പിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ 15, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ. അവന്റെ ശുശ്രൂഷക്കാരാരാണ്? യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവരല്ല. സാത്താന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവർ അവന്റെ ശുശ്രൂഷക്കാരാണ്. അവർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അത്ഭുതപ്പെടേണ്ടതില്ല. എന്നിട്ട് പറയാണ്, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അവരുടെ അവസാനം എങ്ങനെയായിരിക്കും? അവരുടെ പ്രവർത്തികൾക്കൊത്ത വിധമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2:9, 2 തെസ്സലോനിക്കർ 2:9. അതുകൊണ്ട് അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, പ്രവചനമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓടണ്ട. നമുക്കിഷ്ടം ഏതാണ്? നമ്മുടെ ഭൂതവും ഭാവിയും ഒക്കെ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. പക്ഷെ ഏത് ആത്മാവിലാന്നുള്ളതാണ്. 2 തെസ്സലോനിക്കർ 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, സാത്താന്റെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം, സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം, വ്യാജമായ സകല ശക്തിയോടും. ആരുടെ ശക്തിക്കൊത്ത വിധം? സാത്താന്റെ. അവൻ ചില്ലറക്കാരനാണോ? അല്ല, ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന ശക്തനായ ദൂതനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ശക്തിക്കൊത്ത വിധത്തിലുള്ള വ്യാജമായ സകല ശക്തിയോടും. ആ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ തെറിച്ച് താഴെ വീഴും. ഹല്ലേലൂയ. നിങ്ങൾ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുടെ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ആദ്യകാലത്ത് എന്നെ ഒരു കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുള്ള ഒരു പാട്ടുകാരൻ, ഒരു പ്രമോദ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് കയറി ശുശ്രൂഷയൊക്കെ തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് ഭൂതാത്മാവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ശക്തിയൊക്കെ. അന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരും വീഴുന്നില്ല. പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ താഴെ വീഴുന്നു. പക്ഷെ അത് ഏതാത്മാവാ? ഭൂതാത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞു. ഹല്ലേലൂയ. അവരുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, പിശാചിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ. ഈ പ്രാർത്ഥന കേട്ടപ്പോഴാണ് ആത്മാവിനോട് പറഞ്ഞത്, ദൈവമാതാവല്ല, പുത്രനാണ് പിശാചിന്റെ തലയെ തകർത്തത്. ഹല്ലേലൂയ. അതാണ് വ്യാജമായ ശുശ്രൂഷ. ദൈവവചനത്തെ കോട്ടിക്കുന്നത്, മായം കലർത്തുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാതാവിന്റെ കാലിന്റെ അടിയിൽ ഒരു പാമ്പൊക്കെ ആയിട്ട്. ആ വിഗ്രഹവും സൈത്താന്റെ ചിഹ്നമാണ്. ആ പാമ്പും സാത്താന്റെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കാണുന്നവനും തൊട്ടുമുത്തവനും ആരാധിക്കുന്നവനും കൊണ്ടുവയ്ക്കുന്നവനും അത് വെച്ചിരിക്കുന്നിടവും സാത്താന്റെ ആത്മമണ്ഡലമാണ്. ഹല്ലേലൂയ. ഇരുണ്ട ആത്മമണ്ഡലമാണ്. ഹല്ലേലൂയ. 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 വായിച്ചു ഒന്നൂടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങൾ. ഇപ്പൊ വ്യാജത്തിന്റെ ശക്തി അടയാളവും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യും. അടുത്തത്, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. നീതിയുടെ സകല വഞ്ചന നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കും. ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ വിശുദ്ധ ജീവിതത്തെ വഞ്ചിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വഞ്ചനയോടും കൂടെയായിരിക്കും. അടുത്ത്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ
തന്നെ അങ്ങനെ സംഭവിക്കും. അതിന്റെ പിന്നാലെ പോകുന്നവർക്കുള്ള കുഴപ്പം എന്താ? അവർ പ്രവചനവും അടയാളവും അത്ഭുതവും കണ്ടിട്ടാ പോകുന്നത്. പക്ഷെ അവർക്ക് രക്ഷ കൊടുക്കുന്നത് സത്യത്തിന്റെ വചനമാണ്. Praise the Lord. ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് സത്യത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനമാണ് കൈക്കൊള്ളേണ്ടത്, വചനമാണ് സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. സത്യത്തിന്റെ വചനത്തിലൂടെ രക്ഷപ്പെടാൻ താല്പര്യപ്പെടാത്തവർ, ഹല്ലേലൂയ, യേശുവേ നന്ദി, രക്ഷിക്കപ്പെടുന്നത് സത്യത്തിന്റെ വചനത്താലാണ്. ആ സത്യത്തിന്റെ വചനത്തെ കൈക്കൊള്ളാത്തവർ ഇങ്ങനെയുള്ളതിന്റെ പിന്നാലെ പോകും. പ്രൈസ് ദി ലോർഡ്. അവരിൽ അങ്ങനെ സംഭവിക്കും. 11-ാം വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. അപ്പൊ ഈ അത്ഭുതവും അടയാളങ്ങളും, ഇങ്ങനെ നടക്കുന്ന അത്ഭുതവും അടയാളങ്ങളും ന്യായവിധിക്ക് യോഗ്യരായി തീരും എന്നതിന്റെ ഒരു അടയാളമാണ്. ഹലോ, ഇത് ദൈവത്തിൽ നിന്നുള്ള അടയാളമല്ല. ഇതെന്ത് അടയാളമാണ്? നിങ്ങൾ ന്യായവിധിയിലേക്ക് പ്രവേശിക്കാൻ ഓക്കെയാണ്. ഓ, അടുത്തയാളെ കൂടെ കിട്ടി, തലവേദന മാറി, കണ്ണുവേദന മാറി, വയറുവേദന മാറി, പക്ഷേ നിങ്ങൾക്ക് ന്യായവിധിയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടതിന് ബോഷ്ക്ക് വിശ്വസിപ്പിക്കുന്ന ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിപ്പിക്കുന്ന വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വചനമല്ല വിശ്വസിക്കുന്നത്, സത്യമല്ല വിശ്വസിക്കുന്നത്, യഥാർത്ഥ ദൂതന്മാരല്ല എവിടെ ഇടപെടുന്നത്. ബോഷ്കിന്റെ ആത്മാവാണ്. സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ യേശുവിൻ നാമത്തിൽ പറയുകയാണ്, നിങ്ങൾ ഏത് വശത്താണ് നിലകൊള്ളുന്നത്? നിങ്ങൾക്ക് ഏത് വശത്ത് നിൽക്കാനാണ് താല്പര്യം? ശരിയായ വശത്ത് നിൽക്കുവാനാണോ തെറ്റായ വശത്ത് നിൽക്കുവാനാണോ? ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഇപ്പോൾ തീരുമാനമെടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഒരു വശം, ഏത് വശമാണോ തെരഞ്ഞെടുക്കുക? രക്ഷ പ്രാപിക്കേണ്ട സത്യത്തിന്റെ വചനം, യേശുവിനെ സ്നേഹിച്ച് വചനം കൈക്കൊണ്ട് ജീവിക്കാൻ.